Hallelujah. Thank you. Hallelujah. പ്രാർത്ഥിക്കാം. Father, I want to thank you, Lord, for this morning, this evening time. പിതാവേ, ഈ സന്ധ്യയ്ക്ക് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. You are and forever will be King of all the earth. ഭൂമിയിലുള്ള സകല സമയത്തും അങ്ങ് രാജാവായി തന്നെ വാഴും. This evening, let your glory fall upon this place. പിതാവേ, ഇന്ന് സന്ധ്യ സമയത്ത് നിന്റെ വലിയ മഹത്വം ഈ ഇടത്ത് ഇറങ്ങി വരണമേ. I cover each one by your precious blood. ഈ ഓരോ വ്യക്തികളെയും കർത്താവേ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങൾ മറയ്ക്കുന്നു. Cover me, Lord. പൂർണ്ണമായി അവരെ നിന്റെ രക്തത്തിൽ മറയ്ക്കണം. Cover us and keep us as we stand to minister. കർത്താവേ, ഞങ്ങൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളെയും കർത്താവേ അതുപോലെ നിന്റെ കൃപയിൽ മറയ്ക്കണമേ. Thank you, Lord. നന്ദി യേശുവേ. In Jesus' name. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Sit down. I remember the words of famous evangelist. ഒരു വലിയ സുവിശേഷകന്റെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. His name is Loren Cunningham. ലോറൻ കണ്ണിങ്ഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He said, no country is closed for the gospel. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യം, സുവിശേഷത്തിനായി ലോകത്തിൽ ഒരു രാജ്യവും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. If you are willing to go in and not come back. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതാണ്. I want to greet all the people who are watching us on Zoom, and I want to acknowledge your presence and thank you for joining us in today's service. ഇന്നത്തെ ശുശ്രൂഷയിലെ സൂമിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Okay, so let's get into God's word. നമുക്ക് ദൈവവചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. For today's scripture reading, I want you to turn your Bibles to the Gospel according to St. Luke. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. I want you to take up chapter 1. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. I want you to turn to verses 8 through 12. 8 മുതൽ 12 എന്ന വാക്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. Scripture reads like this. It says, ദൈവവചനം ഇങ്ങനെ പറയുന്നു. once when Zechariah's division was on duty and he was serving as priest before God, he was chosen by Lot according to the custom of the priesthood to go into the temple of the Lord and to burn incense. തന്റെ ശുശ്രൂഷക്കായി ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ സെഖറിയ തന്റെ ശുശ്രൂഷക്കായി അവിടെ ഒരുങ്ങി നിന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. I chose this passage because I want to it tells us something about the way God chooses to work in our lives. ഞാൻ ഈ ഭാഗം എടുക്കുവാൻ ഉള്ള കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഉണ്ട്. അത് നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. The way God chooses to work in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ആണ് പ്രവർത്തിക്കുന്നു എന്ന് അറിയുവാൻ തന്നെ. Okay, so to understand Zechariah's context, സെഖറിയായുടെ വിവരങ്ങൾ അറിയേണ്ടതിന് വേണ്ടി you have to read from verse 5 down. നിങ്ങൾ 5-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കേണ്ടതാണ്. And the Bible tells us, Luke tells us 4 different things about Zechariah and his wife. സെഖറിയായെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും 4 കാര്യങ്ങൾ അവിടെ ലൂക്കോസ് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Okay, more than 4, but 4 important things that we want to look at. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുവാൻ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. Number 1, he tells us that both Zechariah and his wife Elizabeth were of priestly lineage. അവർ പുരോഹിതന്മാരായിരുന്നു, സെഖറിയാവും തന്റെ ഭാര്യയും. Second, it tells us that they were righteous in the sight of God, observing all God's commands and decrees blamelessly. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ നീതി കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. അത് ദൈവവചനം അവർ പൂർണ്ണമായി അനുസരിക്കുന്നവർ ആയിരുന്നു എന്നുള്ളതാണ്. Number 3, it tells us that they were both very old. മൂന്നാമതായിട്ട് നമ്മൾ അറിയുന്നത് അവർ വളരെ വാർദ്ധക്യത്തിൽ എത്തിയ ഒരു കുടുംബമായിരുന്നു. And number 4, it tells us that they were both childless. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എന്ന് ഉള്ള കാര്യമാണ്. I think you know that in Deuteronomy and in Exodus, in many places, Scripture tells us clearly that part of God's blessing is that people will not be barren. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ആവർത്തന പുസ്തകത്തിലും പുറപ്പാടിലും എന്നുള്ള ഒരു സത്യം നമ്മൾ അറിയുന്നത്, എപ്പോഴും ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. So if God is blessing you, then you should not be barren. This is what we see in Deuteronomy and Exodus. ആവർത്തന പുസ്തകത്തിലും പുറപ്പാടിലും വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യം,
ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിരിക്കണം. This is the reason why Luke is very emphatic in verse 6 that this couple is righteous and is obedient and is blameless before God. മൂന്ന് കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു. അവർ നീതിമാന്മാരായിരുന്നു എന്നുള്ളത്, അവർ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. The reason he says this is that you should not think that it is because of their unrighteousness or their sin that they were barren. അവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് അവർ എന്തോ അനീതി ചെയ്തു എന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് വരാതിരിക്കാനാണ് അവർ നീതിമാന്മാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. If you understand the history of Israel, ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ you understand that the temple was run by the Sadducees. സാദുക്യരാണ് അവര് ആലയമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. The high priest was from the party of the Sadducees. സാദുക്യരിൽ നിന്നായിരുന്നു മഹാപുരോഹിതൻ വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. And they were known to be corrupt and selfish. അവർ സ്വാർത്ഥതയുള്ളവരും അനീതി കൂട്ടുനിന്നവരും ആയിരുന്നു എന്ന് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. In fact, Acts 5:17 tells us the high priest and his friends acted more like a political party. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, സദുക്യരും അവരെ കൂടെയുള്ളവരൊക്കെയും അവർ രാഷ്ട്രീയക്കാർ എന്ന രീതിയിലാണ് അവർ പെരുമാറിയതായിട്ട് നമ്മൾ കാണുന്നു. This means that anyone who disagreed with him is going to have a very difficult life. അതിന്റെ അർത്ഥം ഈ മഹാപുരോഹിതനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്വം അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. In this context, understand that Zechariah was a righteous, blameless and obedient priest. സെഖറിയായെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ നീതിമാനായിരുന്നു, അവൻ കുറവൊന്നും ഇല്ലാത്തവനായിരുന്നു, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവൻ ആയിരുന്നു എന്ന് ഉള്ളതാണ്. So you can imagine the kind of persecution he might have faced when he was staying in that priesthood. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ നടുവിൽ താൻ അനുഭവിച്ച വേദനകളും പീഡനങ്ങളും എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. He was not for sale. അദ്ദേഹത്തെ ഒരിക്കലും അദ്ദേഹം തന്നെ താൻ വിൽക്കപ്പെട്ടില്ല. He was not corrupt. അദ്ദേഹം അനീതിക്ക് കൂട്ടുന്നില്ല. He was not power hungry. അദ്ദേഹം ഒരു അധികാരമോഹം ഉള്ള വ്യക്തി അല്ലായിരുന്നു. So he cannot join this group. നിശ്ചയമായി ഈ സാദുക്യർ എന്ന് പറയുന്ന കൂട്ടുകെട്ടുമായിട്ട് തനിക്ക് ചേർന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. Simply an obedient and blameless priest. സാധാരണ മനുഷ്യനായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. Yet scripture clearly tells us that they were childless. എന്നാൽ വേദപുസ്തകം വളരെ ഊന്നി വ്യക്തമായി പറയുന്നു അവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എന്നാണ്. It clearly tells us that they were old and they had prayed for a child for a long time. മാത്രമല്ല അവർ വാർദ്ധക്യത്തിലായിട്ടും അവർ ധാരാളം നാളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. Physically there was no more hope. എന്നാൽ ഭൗതികമായി അവരുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ അവരെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രതീക്ഷ തന്നെ അസ്തമിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. But God, പക്ഷേ ദൈവം, എന്നാൽ ദൈവം, ഹല്ലേലൂയ, but God was about to change that. എന്നാൽ ദൈവം അത് മാറ്റുവാൻ താല്പര്യപ്പെട്ടു. ഇന്ന് രാത്രികാലം എന്നാൽ ദൈവം നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റാൻ. The next thing I want to tell you is the concept of time. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സമയത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. The concept of time exists on the earth. സമയം എന്ന് പറയുന്നത് ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. Because God created days. കാരണം ദൈവം ദിവസങ്ങൾ സൃഷ്ടിച്ചു. When you see Genesis 1, you see God making days, correct? ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ദൈവം ദിവസങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള. In the Hebrew it is yom. ഹീബ്രു ഭാഷയിൽ അത് യോം എന്നാണ് അറിയപ്പെടുന്നത്. First day, second day, third day, fourth day, fifth day, sixth day. On the seventh day God rested. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം, അഞ്ചാം ദിവസം, ആറാം ദിവസം, ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. When you multiply days, you get weeks, months and you get year. എന്നാൽ അത് കുറിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് മാസങ്ങളും വർഷങ്ങളും ലഭിക്കുന്നത്.
When you divide the day, you get hours, minutes, and seconds. ആ ദിവസങ്ങൾ നിങ്ങൾ ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മണിക്കൂറുകളും മിനിറ്റുകളുമാണ്. But God made the day. ആ ദൈവം ദിവസം സൃഷ്ടിച്ചു. That's why many times in scripture in Hebrews you hear the verse that says today, 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 today. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ദൈവവചനത്തിൽ ഹെബ്രായറിൽ നമ്മൾ കാണുന്നത് ഇന്ന് 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 എന്ന പദം അനവധി പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. It doesn't say this month. ഈ മാസം എന്ന് പറയുന്നില്ല. It doesn't say this year. ഈ വർഷം എന്ന് അവിടെ പറയുന്നില്ല. Today is the day of your salvation. ഇന്നാണ് നിങ്ങളുടെ രക്ഷാദിനം. Today if you repent. ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ that today has got something about it. എന്നാൽ ഇന്ന് എന്ന പദത്തിന് ഒരു ആഴമുള്ള അർത്ഥമുണ്ട്. Biblically time on earth is linear. എന്നാൽ ഭൂമിയോടുള്ള ബന്ധത്തിൽ സമയം എന്ന് പറയുന്നത് അത് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന. So the time that we talk about in our watches or our clocks, നമ്മുടെ വാച്ചുകളിലും നമ്മുടെ ക്ലോക്കുകളിലൊക്കെ നമ്മൾ പറയുന്ന സമയം എന്ന് സൂചിപ്പിക്കുന്നത് that time that does not stop for anybody, ആ സമയം ആർക്കും വേണ്ടി നിൽക്കാറില്ല. it just keeps on ticking. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. Nobody can stop it. ആർക്കും സമയത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നതല്ല. This concept of time, ഈ സമയത്തെക്കുറിച്ചുള്ള ഈ വിഷയം, this time which is there on the earth, ഭൂമിയിലുള്ള ഈ സമയം, this in the Greek is called chronos. ഗ്രീക്ക് പദത്തിൽ അത് അറിയപ്പെടുന്ന പദം എന്ന് പറയുന്ന ക്രോണോസ് എന്നാണ്. In the Hebrew it's called eth. ഹീബ്രു ഭാഷയിൽ എത്ത് എന്നാണ് അറിയപ്പെടുന്നത്. It means time in general. അത് സമയമാണ് സൂചിപ്പിക്കുന്നത്. Even the time of an event. ഒരു സംഭവം നടക്കാൻ പോകുന്ന സമയമാണ് സൂചിപ്പിക്കുന്നത്. It can also signify the time of a season. എന്നാൽ ഒരു സീസണിലെ സമയവും അത് സൂചിപ്പിക്കാവുന്നതാണ്. But there is another reality. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. In that reality, time cannot move without caring about anyone. എന്നാൽ ഒരു വ്യക്തിയെ ആരെയും കണക്കിടാതെ ഈ സമയത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. Time stops in that reality. ആ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തുമ്പോൾ സമയം നിൽക്കും. Time starts in that reality. സമയം ആരംഭിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തിലാണ്. Who knows, maybe time even winds forward faster or slows down in that reality. ആ യഥാർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ സമയം വളരെ വേഗത്തിൽ പോയെന്ന് വരാം. In Matthew's Gospel 24:22 you can note it down later, go and read it. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. Also if you remember, Joshua stopped the sun. നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഓർമ്മയിൽ വരും എന്ന് വിശ്വസിക്കുന്നു. ജോഷുവ സൂര്യനെ നിർത്തിയായിട്ട് നമ്മൾ കാണുന്നു. Right? How did time stop? എങ്ങനെ സമയം നിന്നു? You see? So in another reality, time is not the master. Time is just a created thing that is completely in the hand of God. എന്നാൽ മറ്റൊരു മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. This is because God is the creator of the day. കാരണം വേറെ ഒന്നുമല്ല, ഈ ദിവസം സൃഷ്ടിച്ച വ്യക്തി ദൈവമാണ്. And he exists outside of time. ദൈവം ജീവിക്കുന്നത് സമയത്തിന് പുറത്താണ്. So he is not limited by time, but he commands time. അതുകൊണ്ട് സമയത്തിന്റെ പരിമിതികൾ ദൈവത്തെ ബാധിക്കാറില്ല, മറിച്ച് ദൈവം സമയത്തെ നിയന്ത്രിക്കുന്നു. He appoints times. സമയത്തെ ദൈവം നിശ്ചയിക്കുന്നു. These times that God appoints becomes hallmark times in our lives. ദൈവം നിശ്ചയിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയങ്ങളായി മാറി വരികയാണ്. This God appointed time in the Greek is known as kairos and in the Hebrew is known as moed. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഗ്രീക്കിൽ കൈറോസ് എന്നാണ് അറിയപ്പെടുന്നത്. God still communicates to us in a language we understand in terms of time. സമയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെയാണ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. When you read the Bible, you will see chronos and kairos in reference to time. സമയത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ നിങ്ങൾക്ക് കാണാം ക്രോണോസ് എന്ന പദവും കൈറോസ് എന്ന പദവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. For example, you see certain areas when it comes, for example, like Galatians 4:4. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ you see that it says, but when the set time had fully come, God sent his son, born of a woman,
born under the law to redeem those who were under the law, that we might receive adoption. എന്നാൽ ദൈവത്തിന്റെ വചനമാണ് കാലത്തിന്റെ സമ്പൂർണ്ണതയായപ്പോൾ ദൈവം തന്റെ പുത്രനെ അയക്കുവാൻ സമയമായി എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. കാലത്തിന്റെ സമ്പൂർണ്ണത. The set time had fully come. When you see that, when you see references like that, you know it is not talking about chronos. It is talking about kairos. അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ക്രോണോസ് അല്ല സൂചിപ്പിക്കുന്നത് കൈറോസ് എന്നാണ്. We are in a season where the Holy Spirit has led us into a time of fasting and prayer. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ഉപവാസത്തിലും പ്രാർത്ഥനയിലേക്കും ഉള്ള സമയത്തിനായി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Like Bishop said, he is inviting us again to turn our hearts back to the Lord. ബിഷപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ഈ സമയമാണ്. Yes? ആണോ? Don't allow your desires to dominate this time. Allow God to dominate your desires. ഈ വിലപ്പെട്ട സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ല നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം വേണം നിങ്ങളെ നിയന്ത്രിക്കാൻ. Acts 3:19 says, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, repent therefore and turn again that your sins may be blotted out. നിങ്ങൾ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയുക, നിശ്ചയമായി നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. So that there may come times of refreshing from the presence of the Lord. കാരണം അങ്ങനെയാണെങ്കിൽ ആശ്വാസകാലങ്ങൾ നിങ്ങളെ സന്ദർശിക്കുവാനിടയായി തീരും. Again kairos. അവിടെ കൈറോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. So if the Holy Spirit has led you into a season of fasting, then know for sure that you are no longer in the chronos moment. പരിശുദ്ധാത്മാവെ നിങ്ങളെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമുള്ള സമയത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ക്രോണോസിൽ അല്ല നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. Your days are going on as usual in the chronos. ക്രോണോസിൽ ദിവസങ്ങൾ പതിവ് പോലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 12ാമത്തെ ദിവസം, the 12th day, right? 12ാമത്തെ ഉപവാസത്തിന്റെ ദിവസം Chronos. അതിനെ ക്രോണോസ് എന്ന പദമാണ് പറയുന്നത്. It is a day. അതൊരു ദിവസം മാത്രം. I remember Bishop once saying, when the new year crosses from 31st to 1st, it is just a change of a day. ബിഷപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു, ഡിസംബർ 31 നിന്നും 1-ാം തീയതിയിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം മാറി എന്നാണ് സൂചിപ്പിക്കുന്നത്. It is just a chronos. അതിനെ ക്രോണോസ് എന്നാണ് നമ്മൾ പറയുന്നത്. What you need is not chronos. You need a lot of chronos. You need kairos. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ക്രോണോസ് അല്ല ആവശ്യം, നിങ്ങൾക്കും എനിക്കും കൈറോസ് ആണ് ആവശ്യം. One appointment with God will change your life forever. ഒരു ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കൂടിക്കാഴ്ച നിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പോവുകയാണ്. Zechariah did not know that it was his kairos moment. സക്കറിയാവിനെ കുറിച്ച് പറയുമ്പോൾ, ആ പുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ താൻ അറിഞ്ഞില്ല തന്റെ കൈറോസ് എന്ന സമയം കടന്നു വന്നുവെന്ന്. Scripture says that he was chosen by lot. ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് സക്കറിയാവിനെ തെരഞ്ഞെടുത്ത് എന്ന് നമുക്ക് വേറെ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയും. His opportunity to go in and minister in the temple was an opportunity he got by lot. അങ്ങനെ എങ്ങനെയോ തെരഞ്ഞെടുത്ത് ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ ദൈവം അങ്ങനെ ഒരു അവസരം നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാം. God was orchestrating that kairos moment. ദൈവമാണ് ഈ കൈറോസ് എന്ന സമയത്തിന്റെ പിന്നിലെ ശില്പി എന്ന് വേണം പറയാൻ. For Zechariah, God was orchestrating that lot, that pick, so that Zechariah will enter the temple. മനുഷ്യരറിയാതെ ദൈവം തന്നെ ആ മനുഷ്യർ തെരഞ്ഞെടുക്കുന്നതിന്റെ അകത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീർന്നു. It is in the presence of the angel. When Zechariah went into the temple and he saw the angel, that presence of the angel changed the value of that moment, and it suddenly became kairos from chronos. ആലയത്തിൽ സാധാരണ രീതിയിൽ പുരോഹിതൻ ആയ സക്കറിയാവ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷണനിമിഷത്തിൽ അതിന്റെ അകത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന സമയം സമയം ഉടൻ തന്നെ അത് കൈറോസിൽ നിന്നും സമയം ക്രോണോസിലേക്ക് മാറി. ക്രോണോസിൽ നിന്നും കൈറോസിലേക്ക് മാറി. ക്രോണോസിൽ നിന്നും കൈറോസിലേക്ക് മാറി. In a moment. ഒരു നിമിഷം കൊണ്ടാണ് അത് സംഭവിച്ചത്. But Zechariah struggled to believe the word of the angel. എന്നാൽ
തനിക്ക് ലഭിച്ച വാഗ്ദത്തം, ദൂതനിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തം വിശ്വസിക്കാൻ തക്കവണ്ണം സക്കറിയാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. Even though the angel said, "Do not be afraid, Zechariah, your prayer has been heard. Your wife Elizabeth will bear you a son. You are to call him John." എന്നാൽ I'll say it again. Because even though the angel said, "Do not be afraid, Zechariah, your prayer has been heard. Your wife Elizabeth will bear you a son, and you are to call him John." Even after the angel said this, he struggled. ദൂതൻ വളരെ ഉറപ്പ് നൽകുന്ന ഒരു വാഗ്ദത്തമാണ് കൊടുത്തത്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു സക്കറിയ. നിശ്ചയമായി ദൈവം നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. അവന് ജോൺ എന്ന പേര് അവനെ വിളിക്കണം എന്ന് പറഞ്ഞു. Even when the angel reminded him that this is what you prayed for, he struggled to believe that word. ദൂതൻ അവനെ ബലപ്പെടുത്തുകയായിരുന്നു. ഇതിനു വേണ്ടിയല്ലയോ നീ എന്റെ അടുക്കൽ വന്നത്, ഇതിനു വേണ്ടിയല്ലയോ നീ പ്രാർത്ഥിച്ചത്. ഈ വാക്യം കേട്ടിട്ടും അതിൽ നിന്നും സക്കറിയാവിന് ബലം പ്രാപിക്കുവാൻ കഴിയാതെ പോയിരുന്നു. You remember when some Greeks came to Philip and asked, "We want to see Jesus." നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചില യൗവനക്കാർ വന്ന് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന്. What did Jesus say? യേശു എന്താണ് പറഞ്ഞത്? "I have become famous. ഞാൻ പ്രസിദ്ധനാവും. Let's go worldwide." നമുക്ക് ലോകം മുഴുവൻ ഓടിച്ചെല്ലാം എന്നാണോ പറഞ്ഞത്? Is that what he said? അതാണോ പറഞ്ഞത്? He said the hour has come. യേശു പറഞ്ഞത് ആ സമയം വന്നു, ആ മണിക്കൂർ വന്നു എന്നുള്ളതാണ്. If it is me or you, we would have said, "Wow, the nations are coming to meet me. Let them come." നമ്മളാണെങ്കിൽ എങ്ങനെ പറയും? രാജ്യങ്ങൾ എന്നെ കാണാൻ വന്നു എന്ന് നമ്മൾ പറഞ്ഞേനെ. See, the Kairos moment, കൈറോസ് എന്ന ആ വിലയേറിയ നിമിഷം, the Kairos moment need not look the way you want it to look and I want it to look. കൈറോസ് എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയോ വെളിപ്പെട്ട് വരണമെന്ന് നിർബന്ധമില്ല. It cannot be that way because the human mind can comprehend much less than what God can comprehend. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, മനുഷ്യ ബുദ്ധിക്ക് പരിമിതികളുണ്ട് ദൈവത്തിന്റെ ബുദ്ധിയുടെ മുമ്പിൽ. When Gabriel came to Mary and said, "Blessed are you," ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞ, നീ സ്ത്രീയെ മറിയെ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറഞ്ഞപ്പോൾ, "You are going to have a child," നിനക്ക് ഒരു സന്താനം ഉണ്ടാവാൻ പോകുന്നു. she was very excited, right? വളരെ സന്തോഷമായി മറിയം. She jumped up and down and danced everywhere, right? ചാടി സന്തോഷിച്ചോ? No. It was her Kairos moment. അത് കൈറോസിന്റെ വലിയൊരു നിമിഷമായിരുന്നു. But that moment did not look the way she might have imagined it. എന്നാൽ മറിയ ചിന്തിച്ചതോ പ്രതീക്ഷിച്ചതുപോലോ ഉള്ള ഒരു നിമിഷം ആയിരുന്നില്ല അത്. Your Kairos moments are those moments where you must trust Yeshua. കൈറോസ് എന്ന് പറയുന്ന വലിയൊരു നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ആ നിമിഷങ്ങൾ നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണമെന്നുള്ളത് നിർബന്ധമായ It does not matter how it looks to you. നിങ്ങൾക്ക് അത് ഒരുപക്ഷെ അനുകൂലമായി തോന്നിയെന്ന് തോന്നണമെന്നില്ല. What matters is that your king has ordained the moment and he is good, he is perfect and he is always wise. കാരണം ആ നിമിഷം നിർണയിച്ചതും തീരുമാനിച്ചതും സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ആ നിമിഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അത് നിവൃത്തിയാകും. If you can trust Yeshua, then your Kairos moment will be a fruitful one. യേശുവിനെ പൂർണ്ണമായി നിങ്ങൾക്ക് ആ കൈറോസ് നിമിഷത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ കഴിഞ്ഞുവെങ്കിൽ നിശ്ചയമായി അത് ഒരു ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നുപോകും. So I want to ask you a question. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ താല്പര്യപ്പെടും. Will you trust Yeshua? യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുമോ? Be careful when you say amen. ആമീൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം പറയാൻ. Think about the nations I spoke about. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? If he shows up today evening in your prayer time and gives you one of those names, ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും. പ്രത്യക്ഷപ്പെടാതെ if he just spoke to you, you probably will not, right? You will rebuke the devil. ഇതെന്തായാലും കർത്താവല്ല. കാനഡയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കംബോഡിയ എന്ന് സ്പെല്ലിംഗ് മാറിപ്പോയതായിരിക്കും, റൈറ്റ്?
Will you trust Yeshua in your Kairos moment? വിശ്വസിക്കുമോ നിങ്ങളുടെ കൈറോസ് നിമിഷത്തിൽ? Are you expectant for God to answer you? നിങ്ങൾ പ്രതീക്ഷയോടെയാണോ കാത്തിരിക്കുന്നത്? Are you confident that you are more than conquerors in Christ Jesus? നിങ്ങൾ ജയാളിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Greater is He that is in you than he that is in the world. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തെക്കാൾ വലിയവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. It is easy to say when you don't have any problem. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ അത് പറയുവാൻ വളരെ എളുപ്പമാണ്. What about when there is a problem? ഒരു പ്രശ്നം നിങ്ങൾ നേരിടുമ്പോൾ അങ്ങനെ പറയാൻ കഴിയുമോ? How many of you can dare to think that you can overcome because Jesus has overcome? യേശു ജയിച്ചതുകൊണ്ട്, ലോകത്തെ ജയിച്ചതുകൊണ്ട് നിങ്ങൾക്കും ജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയുവാൻ? അങ്ങനെ സങ്കല്പിക്കാൻ ധൈര്യമുള്ള ഒരു കൈ ഒന്ന് ഉയർത്തിക്കേ. സങ്കല്പിക്കാൻ ധൈര്യമുള്ളവർ മാത്രം ഉയർത്തിയാൽ മതി. കുറച്ച് പേർക്കുണ്ട്. Because you need to be confident about who he is. യേശു ആരാണെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് നിങ്ങൾക്ക് വ്യക്തിപരമായി ഉണ്ടായിരിക്കും. If that is so, അങ്ങനെയാണെങ്കിൽ, if that is so, no country is a challenge to you because greater is he who is in you than he that is in those places. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു രാജ്യവും നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയല്ല. I am not a very brave or courageous person. അങ്ങനെ ഭയങ്കര ധീരശാലിയോ ധൈര്യവാനോ ഒന്നും അല്ല ഞാൻ. My wife is sitting here, she knows me. എൻ്റെ ഭാര്യ ഇവിടെ മുമ്പിൽ തന്നെ ഉണ്ട്. You can ask her. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. But there are those times when you have to put your anchor up into heaven and hold on, trusting that greater is he than what you are hearing, what you are seeing, because at the end of the day, Jesus will be glorified. എന്നാൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത്, ആ പ്രതികൂലത്തിന്റെ അകത്ത് നമ്മുടെ നങ്കൂരം നമ്മളെ ക്രിസ്തുവിലേക്ക് ഒന്ന് നീട്ടി വലിച്ചെറിയുവാൻ നമുക്ക് കഴിയണം. Kairos is in God's presence. കൈറോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. Zechariah was in the temple. സക്കറിയാവ് ആ ദേവാലയത്തിലായിരുന്നു. You are in the temple. നിങ്ങളും ഇന്ന് ദേവാലയത്തിലാണ്. Kairos is where God dealt with Zechariah's concern, Zechariah's trouble. സക്കറിയാവിന്റെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന സമയമായിരുന്നു ഈ കൈറോസ്. Kairos is the point at which God dealt with Zechariah's concern. കൈറോസ് എന്ന് പറഞ്ഞ വിലയേറിയ നിമിഷത്തിലാണ് ഇദ്ദേഹം അഭിമുഖീകരിച്ച സകല പ്രശ്നങ്ങൾക്കും ദൈവം മറുപടി കൊടുത്തു. Exactly. And God is going to deal with your concern in this Kairos moment. ഈ വിലയേറിയ കൈറോസ് നിമിഷത്തിൽ നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിന് ദൈവം നിങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ്. For those of you who can dare to think that you will win, you will be an overcomer because of Christ Jesus. നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? I want to speak over you under the leadership of Christ Jesus that this is your Kairos moment. അങ്ങനെയുള്ളവർക്ക് മാത്രം ഞാൻ ഈ വിലയേറിയ കൈറോസ് നിമിഷത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് യേശു സകലതും ജയിച്ച ഒരു വ്യക്തിയാണ്, ദൈവമാണ്. Kairos is in the presence of God and no devil is privy to that moment. ഈ നിമിഷം എന്ന് പറയുന്ന കൈറോസിന്റെ നിമിഷം, ഈ വിലയേറിയ നിമിഷം ദൈവത്തിന്റെ നിമിഷമാണ്. ഈ നിമിഷത്തിന്റെ അകത്ത് ശത്രുയുടെ കറുത്ത കരം അതിൽ കടന്നു വരുവാൻ സാധ്യമല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. Kairos is a time when you and God sit together and God gives a judgment, God gives a vindication regarding your problem. കൈറോസ് എന്ന് പറയുന്ന വിലയേറിയ നിമിഷത്തിന്റെ മറ്റൊരു കാര്യം കൂടെ, ദൈവവും നിങ്ങളും ഒരു കൂട്ടായ്മയിലും ഒരു അടുത്ത സ്നേഹബന്ധത്തിലുമായിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയത്തിന് ചില തീർപ്പുകൾ കൽപ്പിക്കുന്ന വിലയേറിയ നിമിഷമാണ്. That may happen in the minutes that follow, it may happen in the weeks that follow, it does not matter what chronos it happens in, it has already happened in the Kairos. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാവുന്ന ക്രോണോസ് എന്ന് പറയുന്നത് വരുന്ന ദിവസങ്ങളിലായിരിക്കാം, അത് എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷേ അതിന്റെ കാര്യം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കൈറോസിൽ സംഭവിക്കും. In this Kairos moment. ഇതാണ് ഈ കൈറോസ് നിമിഷം. Hallelujah. Can you stand up with me? നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Can you start praying and talking to God?
ഈ വിലയേറിയ നിമിഷത്തിൽ ദൈവത്തോട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? If you can pray in tongues, please do so. നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യുക. Hallelujah. Remenio tora masindria manakasinia. Shubo dakatiria tarabasio rabandana. Kadakala rebaku rabatiria sakura manandiri keshene. Shabaratatiya tsoko noboros sintinia. Yeshua, we bless you. Rabakia rabandana marbosiniya matana. Utakalbiri marasi brada pulo kadavana tunomasikini. Shibina matana manatio rakoshene. Kabria tarabosio rabashene. Ekulu kutula masindan bara sambriatana. Adakal barikan boros samravatana. Adamdana kadamdana karbasiniya marashini. Hallelujah. Rakatirio sora mosiara bashikene e ribatika that which you have ordained chanti namathaila makuna kadavala karba siyo bonta sanakada balaka robosio namandale. Hallelujah. Lakuruboso namaraya tanamoshikene levi rakata raboso rabashe rebakanda. Let the word kuda fall abatya lokoda basam rabashene upon them kuda bakana rokoro who dares robotra baraka to believe that Jesus is overcomer. Hallelujah. Hallelujah. Worship you, Lord. Hallelujah. We give you glory. Ramia rakotoriam sura bodawa shembriata. Elekelia tula katar masinia taramoshikene. Hallelujah. We lift up your name. We lift up your name. Meet with those that dare to cling to you, Lord. Hallelujah. Hallelujah. We trust in you, Lord. We trust in your championship, oh God. Hallelujah. Hallelujah. Father, we want to thank you for this evening. പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. We want to thank you for this day. ഈ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. We want to thank you for all those who are receiving from your kingdom judgments regarding their problems. കർത്താവേ, ഈ നിമിഷത്തിൽ കർത്താവേ, ഓരോ വ്യക്തികളെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിലൊക്കെയും കർത്താവ് ഇന്ന് രാത്രി വിലയേറിയ നിമിഷത്തിൽ ചില തീർപ്പുകൾ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുകയാണ്. Hallelujah. Everything that has been long for many years kept on troubling it with no solution in sight. Let there be a breakthrough solution, Lord, this evening. കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ, അനേക നാളുകളും മാസങ്ങളും വർഷങ്ങളുമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികൾക്കും ഒരു വലിയ പരിഹാരം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Lord. Thank you, Jesus. Thank you, Father. Thank you for your judgments. Thank you for your അവിടുന്ന് ഈ വിഷയത്തിൽ ചില ന്യായവിധികൾ അവിടുന്ന് റിലീസ് ചെയ്തതിനായി സ്തുതിക്കുക. Thank you. Thank you, Lord. നന്ദി പിതാവേ. Hallelujah. Let those judgments come in our lives as it is decided in heaven. കർത്താവേ, സ്വർഗ്ഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന പോലെ ഈ തീർപ്പുകൾ ന്യായവിധികൾ കർത്താവേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Your kingdom come, your will be done. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം ഭൂമിയിലായി തീരണമേ. In our life as it is in heaven. ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗ്ഗത്തിലായിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. Hallelujah. 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 Father, we want to thank you. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു. Thank you for this opportunity. കർത്താവേ, ഈ വിലയേറിയ നിമിഷങ്ങൾ അടിയങ്ങൾക്ക് നൽകിയതായി സ്തുതിക്കുന്നു. Thank you for the opportunity to connect with you. കർത്താവേ, അങ്ങയുമായി ബന്ധപ്പെടുവാൻ വീണ്ടും ഒരു അവസരം സ്വർഗ്ഗം നൽകിയത് ഓർത്ത് നന്ദി പറയുകയാണ്. Thank you for an opportunity to step into that appointments. കർത്താവേ, ഈ പറയുന്ന ഈ വിലയേറിയ നിമിഷത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ദാനമായി ഒരുക്കിയ സമയത്തിനായി സ്തുതിക്കുന്നു. Thank you, Lord, for your signature and your seal. കർത്താവേ, അങ്ങയുടെ ഒപ്പിനും അങ്ങയുടെ മുദ്രയും ഇതിന് പുറത്ത് ആമേൻ വീണത് ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. Thank you, Lord. നന്ദി പിതാവേ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you for your precious blood. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. Thank you for the blood of Yeshua. യേശുവിന്റെ വിലയേറിയ രക്തത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you, Pastor Joe.